ഇന്ന് ചോറിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കുകയെന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിൽ തോന്നിയത് സോയാബീൻ ഫ്രൈ. അപ്പോൾ സോയാബീൻ എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് വറ്റൽമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചതാ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ചതച്ചതൊന്ന് മാറ്റി വെക്കണം. പിന്നെ നമുക്ക് മസാലക്കയറ്റ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ ഗ്രീൻ ചില്ലി സോസ്, നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ആദ്യം പറയട്ടെ, ഇത് കുക്കിംഗ് ചാനലല്ല, കുക്കിംഗ് എനിക്ക് അത്ര വശമില്ല. ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇതിലിടുന്നുണ്ട്. എല്ലാം കൂടി സോയാബീനിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ സോയാബീൻ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് വലിയ ഉള്ളി. ഉള്ളി വഴറ്റാനുള്ള മസാല നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വറ്റൽമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടില്ലേ, അതാണ് ഞാൻ ഈ ഉള്ളിയിലേക്ക് ഇടുന്നത്. അതിനുശേഷം നമ്മുടെ വറുത്ത സോയാബീൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെയാണ് എൻ്റെ സ്പെഷ്യൽ സോയാബീൻ.